ഹലോ നമസ്കാരം. സിബി മുളനിക്കാടാണ്. സി കമ്പനിയുടെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഷോപ്പിലാണ്. കുറച്ച് പാഴ്സലുകളൊക്കെ വന്നിട്ടുണ്ട്. അനുരാജ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനുരാജ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ആദ്യത്തെ ഒരു ചെറിയ പാക്കറ്റാണ്. തുറക്കാനൊക്കെ എളുപ്പമാണ്. നല്ല രീതിയിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇതൊരു പഴയകാല മെയിൻ സ്വിച്ചാണ്. വളരെയധികം പോപ്പുലാരിറ്റി നേടിയ ഈയിടയ്ക്ക് ഓൺലൈനിലൂടെയൊക്കെ വളരെ ഫേമസ് ആയൊരു മെയിൻ സ്വിച്ചാണ്. അപ്പോൾ ഈ ഒരു മെയിൻ സ്വിച്ചിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നല്ല കണ്ടീഷൻ സെറ്റ് കിട്ടിയപ്പോൾ വലിയ വിലയൊന്നും ആയില്ല. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തെങ്കിലും നമുക്ക് ഒരു എക്സിബിഷനൊക്കെ വരുവാണെങ്കിൽ ഒരെണ്ണം ഇവിടെ വെക്കുക, ഒരെണ്ണം കൊണ്ടുപോയി ചെയ്യാമല്ലോ. അടുത്തൊരു പാക്കറ്റ് നല്ല രീതിയിൽ പൊതിഞ്ഞ് വന്നിരിക്കുന്ന ഒരു പാക്കറ്റാണ്. അല്പം വെയിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റിക്കറായിരിക്കും. കാരണം സ്റ്റിക്കർ നമ്മൾ കുറച്ച് ഓർഡർ ചെയ്തിരുന്നത്, കൺട്രി സ്റ്റിക്കർ. കൺട്രി സ്റ്റിക്കറാണ്. അപ്പോൾ ഒരു പാക്കറ്റിനുള്ളിൽ 2 ഷീറ്റാണ് വരുന്നത്. ഇതിൽ കോമൺ ആയിട്ടുള്ള 160 കൺട്രികളുടെ 2 ഷീറ്റ്, അതായത് ഒരേ കൺട്രിയുടെ തന്നെ 2 സ്റ്റിക്കർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 160, 320 സ്റ്റിക്കേഴ്സ് ആയിരിക്കും ഒരു പാക്കറ്റ് വരുന്നത്. കോമൺ ആയിട്ടുള്ള 160 കൺട്രികളുടെ 2 സെറ്റ് സ്റ്റിക്കറാണ് വരുന്നത്. അതിനുശേഷം ഇത് പോർച്ചുഗീസ് ഇന്ത്യയുടെ ക്യാൻസൽഡ് ഇഷ്യൂ ആയിട്ടുള്ള 50 എസ്കുഡോസിൻ്റെ റുപ്പിയാസിൻ്റെ 2 നോട്ടുകളാണ്. ഇത് അത്യാവശ്യം നല്ല കണ്ടീഷനിൽ പെട്ടാണ്. നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഒന്നാമത് ഇങ്ങനെയുള്ള നോട്ടുകളൊക്കെ ഇടുമ്പം കുറച്ചുകൂടെ കട്ടിയുള്ള സാധനത്തെ വിടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇത് പിന്നെ യൂസ്ഡ് നോട്ടായതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഫോൾഡോ മറ്റ് കാര്യങ്ങളോ ഒന്നും വരാനില്ല. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള നോട്ടാണ്. 2 നോട്ടുകൾ ഞാനൊരു പാർട്ടിയുടെ അടുത്തുനിന്ന് വാങ്ങിച്ചാണ്. അത് 2 വന്നത്. ഇത് ഈ ഹോള് കാണുന്നതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അത് ഈ നോട്ട് ക്യാൻസൽ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഈക്വലായിട്ടുള്ള ഇന്ത്യൻ കറൻസി കൊടുത്തിട്ട് ഈ നോട്ട് അവർ ക്യാൻസൽ ചെയ്യുന്ന ക്യാൻസൽ ഹോളാണ്. ഇതിപ്പോൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഈ നോട്ട് ഇങ്ങനെ മടക്കിയിട്ട് കീറിയെടുക്കുകയും പിച്ചിയെടുക്കുകയും, ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെ കീറിയെടുക്കുകയും അതിന് പകരം ഇന്ത്യൻ കറൻസിയും ഈക്വലായിട്ടുള്ള ഇന്ത്യൻ കറൻസി തരും. ഈ നോട്ട് നമുക്ക് തിരിച്ചു തരുകയും ചെയ്യും. എൻ്റെ കീച്ചനാണ് കേട്ടോ. അതിലൊരു ചെറിയ പേനാക്കത്തി, അതായത് നമുക്ക് ഇങ്ങനെ കട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പേനാക്കത്തി. അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഓട്ടക്കാലാണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ ഇട്ട് എൻ്റെ ഒരു കിച്ചനാണ്. ഇതിപ്പോൾ എപ്പോഴും ഇങ്ങനെ പാക്കറ്റൊക്കെ വെത്താൻ നഖം കുത്തി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ അടുത്തൊരു പാക്കറ്റും ഇതുപോലെ തന്നെ ഉള്ളൊരു നല്ല രീതിയിൽ പാക്ക് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. ഇതും പോർച്ചുഗീസ് ഇന്ത്യയുടെ കുറച്ച് നോട്ടുകളാണ്. ഇതൊരു ഓപ്ഷൻ എടുത്ത കുറച്ച് നോട്ടുകളാണ്. അപ്പോൾ അത് കുറച്ച് നല്ല കണ്ടീഷനാണ്. മുമ്പ് കണ്ടൊരു വെരിഫൈൻ ആണെങ്കിൽ ഇതൊരു AUNC കണ്ടീഷനാണ്. അൺസർക്കുലേറ്ററിൻ്റെ കുറച്ച് താഴെ നിൽക്കുന്ന AUNC കണ്ടീഷനാണ്. AUNC കണ്ടീഷനിലൊക്കെ ഇങ്ങനെയുള്ള നോട്ടുകൾ കിട്ടാൻ വളരെ പ്രയാസമാണ്. ഫാനിൻ്റെ കാറ്റടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറക്കുന്നത്. അപ്പോൾ അതൊരു 4 പീസ് ഒന്നിച്ചുണ്ട്. 2 ഡിഫറൻ്റ് ആയിട്ടുള്ള 2 വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു പാക്കറ്റാണ്. ഇത് തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് ഇത്രയധികം പാഴ്സൽ. സാധാരണ 3, 2, 1 ചില ദിവസമൊന്നും കാണാറില്ല. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഇതിനുള്ളിൽ ഗ്ലൂ ഒക്കെ സെറ്റ് ചെയ്ത്, ചില ആൾക്കാരുണ്ട് പഴയൊരു സിസ്റ്റമാണത്, ഈ അകത്ത് ഫെവിക്കോൾ വെച്ചെടുത്ത് പാക്ക് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ഇതിനുള്ളിൽ നിന്ന് സാധനം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുക. അങ്ങനെ ഫെവിക്കോളൊക്കെ വെച്ച് ഒട്ടിച്ചിരിക്കുന്നതാണ്. ഇതെനിക്ക് തോന്നുന്നു കുറച്ച് കോയിൻസാണ്. ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ, കുറച്ച് കോയിൻസാണ്. ഇത് ബേസ് ആയിട്ടുള്ള കുറച്ച് കോയിൻസാണ്. ഇതെല്ലാം തന്നെ ഇപ്പോൾ ഉപയോഗത്തിലില്ലാത്ത നോട്ടുകളും നാണയങ്ങളും ഒക്കെയാണ്. നമ്മൾ ഉപയോഗത്തിലുള്ള ഒന്നും തന്നെ കളക്ട് ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്ന യൂറോയോ അല്ലെങ്കിൽ ഡോളറോ ഇങ്ങനത്തെ ഒന്നും കളക്ട് ചെയ്യുന്നില്ല. ഇന്ന് നിലവിലില്ലാത്ത നാണയങ്ങൾ നമ്മുടെ ന്യൂമിസ്മാറ്റിക് പർപ്പസിന് വേണ്ടി ഇതെല്ലാം കാണാം. ഇത് ബെൽജിയത്തിൻ്റെ പഴയകാല നാണയങ്ങൾ, അതുപോലെ തന്നെ പോർച്ചുഗലിൻ്റെ പഴയ നാണയങ്ങളുമാണ്. ബെൽജിയത്തിൻ്റെ ഇത് സെക്കൻഡ് വേൾഡ് വാർ ടൈമിലാണെന്ന് തോന്നുന്നു. മറ്റേ സിങ്ക് ടൈപ്പ് കോയിൻസാണ്. ഇനി ഇയർ നോക്കിയെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. ഇനി അടുത്തായിട്ട് ഒരു പാക്കറ്റ് വന്നിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇത് നമ്മളുടെ കറൻസി വെക്കുന്ന സ്ലീവാണ്. ഇത് തൈലൻഡ് മെയ്ഡാണ്. ഇത് 3 ഇഞ്ച് ബൈ 7 ഇഞ്ചിൻ്റെ, ആദ്യം കണ്ടത് 3.5 ഇഞ്ച് ബൈ 7 ഇഞ്ചിൻ്റെ. ഹൈറ്റാണ് 3 ഇഞ്ച് ഹൈറ്റ്, മറ്റേ ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് വന്നിരുന്നു. ഇതാണ്. അതിന് വീഡിയോ ഒരല്പം എഡിറ്റിങ്ങിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇത് കിലോയ്ക്കാണ് ശരിക്കും വാങ്ങിക്കുന്നത്. ഒരു കിലോ എന്ന് പറയുന്നത് അത് സൈസ് അനുസരിച്ചിട്ട് വ്യത്യാസങ്ങളുണ്ടാവും. 1 കിലോയ്ക്കുള്ളിൽ എനിക്ക് തോന്നുന്നു ഒരു 600 കവറൊക്കെ കാണും. പിന്നെ ഇത് നമ്മുടെ 2 നോട്ടുകൾ വെക്കുന്ന സ്ലീവാണ്. 2 നോട്ടുകൾ മാത്രം വെക്കുന്നത്. ഇത് തൈവാൻ്റെയാണ്. ഇന്ത്യൻ്റെ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഇതെൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തൈവാൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. തൈവാന് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരു പാക്കറ്റിൽ 5 വരത്തുള്ളൂ ഇതേലത്തെ ഷീറ്റ്സ്. സാധാരണ ഇന്ത്യയുടെയൊക്കെയാണ് ഒരു പാക്കറ്റ് 10 വരും. ഇങ്ങനെയാണ് മറ്റേ ആ കിലോയുടെ വരുന്നതിൻ്റെ ഒരു പാക്കിംഗ് സിസ്റ്റമാണ് ഈ കാണുന്നത്. ഒരു പാക്കറ്റ് 1 കിലോ ആയിട്ടാണ് ഇത് വരുന്നത്. ഇത് തായ്ലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ലോക്കലി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഇങ്ങനെ ഏത് നോട്ടുകളായാലും ഞാൻ ഇതിനകത്താണ് കൂടുതലും വെക്കുന്നത്.
പിന്നെ ഈ ഒരു പാഴ്സൽ എന്ന് പറയുന്നത് എനിക്കറിയാം ഇതെന്താണ്, കാരണം ബൈ അഡ്രസ്സ് എനിക്കറിയാം. നമ്മുടെ കറൻസി ഷീറ്റ്സ്, ഒരാൾ ഉപയോഗിച്ചിരുന്ന കറൻസി ഷീറ്റ്സ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 200ഓളം കറൻസി ഷീറ്റ് ഉണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഇനി എണ്ണി നോക്കണം. അപ്പോൾ അതൊരു റീസണബിൾ ആയിട്ടൊരു പ്രൈസിന് കിട്ടിയപ്പം ഞാൻ എടുത്തു വെച്ചെന്നുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ കോമൺ ആൽബങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഡീലറുടെ കയ്യിലിരുന്നതാണ്. അപ്പോൾ ഡീലറുടെ കയ്യിലിരുന്നതെന്ന് പറഞ്ഞാൽ ഡീലർ പണ്ട് കാലങ്ങളിൽ നോട്ട് വെച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലെല്ലാം എമൗണ്ട് എഴുതി, ഈ നോട്ടിന് ഇത്ര രൂപ അല്ലെങ്കിൽ ഈ നോട്ടിന് എത്ര രൂപ എന്നുള്ള രീതിയിൽ എമൗണ്ടുകളെല്ലാം എഴുതി അതിൽ സ്റ്റിക്കർ ഒട്ടിക്കുമായിരുന്നു. അതൊരു മണ്ടൻ ഐഡിയ ആണ്. കാരണം പിന്നീട് ആ കൺട്രി കൊടുത്തു കഴിയുമ്പോൾ ആ സ്റ്റിക്കർ ഒട്ടിച്ച ഭാഗം മാറിക്കിടക്കുകയും പിന്നെ അത് ഉപയോഗമില്ലാതാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് യൂസ്ഡ് ആയിട്ടുള്ള ഷീറ്റ്സാണ്. ഇതിപ്പോൾ ചില ടൈമിലൊക്കെ ഷോപ്പിലൊക്കെ വരുന്ന ആൾക്കാർ ചോദിക്കും യൂസ്ഡ് ഉണ്ടോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ 1-2 പീസ് ഷീറ്റ് കൊടുക്കാനോ ചില സമയത്ത് പാക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി, നോട്ടുകൾ എടുത്ത് മടങ്ങി ഒക്കെ ഇരിക്കാൻ വേണ്ടി വെക്കാതെ വേണ്ടിയിട്ട് നല്ലതാണ്. കാരണം ഇതിനകത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നോട്ട് മടങ്ങായിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു ഇതൊരു 10-300 എണ്ണെങ്കിലും കാണും. അപ്പോൾ എല്ലാം യൂസ്ഡ് ഷീറ്റ്സാണ്, പുതിയതല്ല, യൂസ്ഡ് ആണ്. അപ്പം അതിലെല്ലാം സ്റ്റിക്കറുണ്ട്, പലതിലും സ്റ്റിക്കറുണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ഇന്ത്യൻ ഷീറ്റ്സാണ്. സ്റ്റിൽ നമുക്ക് ഇപ്പോൾ സ്ലീവ് വെച്ചിട്ട് ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. ആ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നിടത്ത് നമുക്ക് വേണമെങ്കിൽ കൺട്രിയുടെ സ്റ്റിക്കർ അങ്ങ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതങ്ങ് മറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഉപയോഗം കണക്കിലെടുത്താണ് ഞാനത് വാങ്ങിച്ചത്. വലിയ വിലയൊന്നുമില്ലായിരുന്നു, അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് വന്ന സാധനങ്ങൾ. സ്ഥിരമായി നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു വെരി മച്ച്.